ഹായ്, നിങ്ങളോട് എല്ലാവരോടും അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. എല്ലാവരും ഓടി വന്ന് ഇതൊന്ന് കണ്ടു നോക്കണം. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവസാന സമയമായപ്പോഴത്തേനും അമ്മച്ചിക്ക് ഓക്സിജന്റെ ലെവൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊരു 10-17 ദിവസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അമ്മച്ചിക്ക് ഓക്സിജൻ കൊടുത്തോണ്ടിരുന്നതും. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓക്സിജൻ സിലിണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അമ്മച്ചീനെ കിടത്തിയതും ഒക്കെ. പക്ഷെ അന്നേരമൊക്കെ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും സർപ്പപ്പോള കിട്ടാനായിട്ടുണ്ടെങ്കിൽ മുറിയിൽ എവിടെയെങ്കിലുമൊക്കെ ഓരോ ചെടിച്ചട്ടിക്കകത്ത് കറക്റ്റ് ചെയ്തിട്ട് ഒരു 2-3 ചുവടൊന്ന് വെച്ച് പിടിപ്പിക്കുക, വീടിൻ്റെ അകത്തും വെക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഈ സർപ്പപ്പോള ഇങ്ങനെ നമുക്ക് ഓക്സിജൻ കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ സർപ്പപ്പോളയുടെ മറ്റു ഗുണങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു, പക്ഷെ അതും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാനിതിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴും അത് കറക്റ്റ് കാര്യമാണ്. അപ്പൊ ഞാനിവിടെ കുറേ ഇടത്തൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി. അത് കഴിഞ്ഞ് 1-2 നഴ്സറിയിലൊക്കെ തിരക്കി നോക്കിയപ്പോഴൊന്നും അവിടെയൊന്നും ഈ സാധനമില്ല. പക്ഷേങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ പോയി കഴിഞ്ഞപ്പോൾ ആലപ്പുഴ ബീച്ചിന്റെ അവിടെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു പെട്ടിക്കട പോണക്ക് ഒരു ഉമ്മായി മോളും കൂടെ കട വെച്ചോണ്ടാണ്. അപ്പൊ ചുമ്മാ യാദൃശ്യമായിട്ട് ഞങ്ങൾ ആ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്തങ്ങ് നടന്നു പോയപ്പോഴേ ഞാൻ നോക്കിയപ്പോ 2 ചട്ടിക്കകത്ത് അപ്പുറത്തും ഇപ്പുറത്തും തിങ്ങി വളർന്ന് നിൽക്കുന്നു ഈ സംഭവം. അപ്പൊ കിട്ടിയാ കിട്ടി എന്ന് ഓർത്തോണ്ട്, അല്ലെ പോയാലൊരു വാക്കല്ലേ പോകുള്ളെന്ന് ഓർത്തോണ്ട് ഞാൻ അവരോട് കയറി ചെന്നിട്ട് ചോദിച്ചേ, എനിക്ക് ഇതിന്റെ ഒരു തൈ തരുമോ എന്ന് ചോദിച്ചു. ചുമ്മാ എങ്ങനെയാ ചോദിക്കുന്നതെന്ന് ഓർത്തോണ്ടുണ്ടല്ലോ, ഒരു മാങ്ങായും ഒരു എന്താണ് പൈനാപ്പിളും ഇങ്ങനെയുള്ള സാധനമൊക്കെ മേടിച്ച് കഴിച്ചിട്ടാകട്ടോ ചോദിച്ചത്. അപ്പൊ തരുമോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അയ്യോ അതിനെന്നാ എടുത്തോളാൻ പറഞ്ഞു. ഇതുകൊണ്ടോ എടുത്തോളാൻ പറഞ്ഞു ഞങ്ങളോടെ. ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നിങ്ങളേത്. ഞാൻ എന്നിട്ട് കൊണ്ടുവന്നിട്ടേ വെള്ളത്തിൽ തന്നെ ഇറക്കി വെച്ചേക്കുമായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് സംഭവം. ഇത് കുഴിച്ചു വെച്ചിട്ടില്ല. ഇന്ന് 2 ചട്ടിയൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ചട്ടിയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് വേണം ഇതെനിക്ക് നട്ടു വെക്കാനായിട്ട്. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, പക്ഷെങ്കിൽ കാണാത്തവരും കാണും. ഈ സർപ്പപ്പോള ഉണ്ടല്ലോ, ഇത് പല സൈസ് ഉണ്ട്. ചിലതിൻ്റെ ഈ അരികു വഴി ഇങ്ങനെ ചെറിയ ലൈറ്റ് കളർ മഞ്ഞ കളറായിട്ടായിരിക്കും അകത്തൂടെ ഇങ്ങനെ ഈ പച്ച കളർ ഇങ്ങനെ ഡിസൈൻ പോണക്ക് തന്നെ വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഒറിജിനൽ സർപ്പപ്പോള എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് അവർ പറഞ്ഞത്. കാരണം എനിക്കറിയില്ല ഒറിജിനൽ ആ സൈഡിൽ മഞ്ഞ ലൈൻ വരുന്നതാണോ ഇതാണോ എന്ന് സത്യമായിട്ടും എനിക്കറിയത്തില്ല. ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വ്യത്യാസങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും എനിക്കിത് 2-3 ചുവട് കിട്ടി. ഞാനിത് വെച്ച് പിടിപ്പിച്ചിട്ട് തൈ വേണ്ടവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന, ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ. പിന്നെ ഈ സർപ്പപ്പോള എന്ന് പറഞ്ഞൊരു സംഭവം ഈ ഓക്സിജൻ ലെവൽ കുറവുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ, അതല്ലേ തന്നെയും രാത്രി നമ്മൾ ജനലും കതകും എല്ലാം അടച്ചിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു തന്നെ നമ്മൾ ശ്വസിച്ചിട്ട് നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വിടും. അത് തന്നെയാണ് ഈ മുറിയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി കിടക്കും. അതുകൊണ്ട് എപ്പോഴും ഇതൊരു ചുവടുണ്ടല്ലോ ബെഡ്റൂമിൽ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ചെടിച്ചട്ടിയിൽ ഇതിന് വലിയ ജലാംശമോ അല്ലെങ്കിൽ വലിയ വളത്തിന്റെ ആവശ്യമോ ഒന്നുമില്ലെന്നേ. ചുമ്മാ ഒരു ചെടിച്ചട്ടിക്കകത്തോട്ട് ഇത്തിരി മണ്ണും ഇത്തിരി വെള്ളം ഇട്ടേച്ചിട്ട് അങ്ങ് നട്ടു വെച്ചാൽ മതി, പിടിച്ചോളും. പിന്നെ ഈ സാധനം ഇരിക്കുന്നിടത്തുണ്ടല്ലോ പാമ്പിന്റെ ശല്യമേ ഉണ്ടാകത്തില്ല. ജനല് തുറന്നിട്ടാലോ അല്ലെ കതക് തുറന്നിട്ടാലോ ഒന്നും പാമ്പ് കയറി വരത്തില്ല. ഇത് പാമ്പിന്റെ ശത്രുവാണ്. അതുകൊണ്ടാണ് ഈ സർപ്പപ്പോള എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അമ്മായിയമ്മയുടെ നാക്കെന്നും കൂടെ ഉണ്ട്. കാരണം ഇത് ഒരു ചുവടങ്ങ് കൊണ്ടുവച്ചാൽ ഇതിന്റെ ഈ പോളയുണ്ടല്ലോ നാക്ക് പോലെ എളുപ്പം അങ്ങ് ആർത്തൊലച്ചിങ്ങനെ പടർന്ന് പന്തലിച്ച് വരും. അമ്മായിയമ്മയ്ക്ക് ഭയങ്കര നാക്കാന്നാ പറയുന്നത്. പക്ഷെ ഞാൻ ആ പേര് മാറ്റി, ഇപ്പോഴത്തെ അമ്മായിയമ്മയ്ക്ക് നാക്കൊന്നും ഇല്ലെന്നേ, മരുമകളുടെ നാക്ക് നാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിതിന്. അപ്പൊ ഇത് ഈ മരുമകളുടെ നാക്ക് എല്ലാവരും ഓരോന്നങ്ങ് വാങ്ങിച്ചങ്ങ് വെച്ചോ, വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷാംശത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ ഒരു വിഷാംശം അല്ലെങ്കിൽ ഒരു മരുന്നെടുത്ത് നമ്മളെല്ലാവരും ഈ സ്പ്രേ അടിക്കൂല, ഈ കളകളൊക്കെ നശിച്ചു പോകാനും എടുക്കാനും, അല്ലെങ്കിൽ പല്ലിക്കൊക്കെ നമ്മൾ വിഷം വെക്കും, അല്ലെ പാറ്റായ്ക്ക് വിഷം വെക്കും, അല്ലെങ്കിൽ എലിക്കൊക്കെ വിഷം വെക്കും. അന്നേരം മുറിയിലെല്ലാം ഒരു സ്മെല്ലാകും. അങ്ങനെയുള്ള വിഷാംശമൊക്കെ ഉണ്ടല്ലോ ഇത് നിഷ്പ്രയാസം വലിച്ചെടുക്കുന്നുള്ളതാണ്. അത് കറക്റ്റായ കാര്യം, അത് നമുക്കറിയാമായിരുന്നു. പിന്നെ പകൽ കാലങ്ങളിലുണ്ടല്ലോ ഇതിൻ്റെ ഈ സൈഡ് വഴിയും അരുകു വഴിയും എല്ലാം ഇങ്ങനെ ഓരോരോ ചെറിയ നിറയെ ഹോളുകളാണ്. പക്ഷെ പകൽ ഇതങ്ങ് അടഞ്ഞു പോകും. പക്ഷെ രാത്രി കാലങ്ങളിൽ ഈ ഹോൾ അങ്ങോട്ട് വികസിച്ച് തുറന്നിട്ടാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തോട്ട് പുറപ്പെടുവിക്കും. അതാണ് ഇതിൻ്റെ
ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അടുത്ത പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലരും പറയും ഞങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട്, കിടക്കുമ്പം ഒരു കാൽപെരുമാറ്റം കേട്ടു, അല്ലെ അവ്യക്തമായിട്ടൊരു രൂപം മാറുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലൈവിൽ വന്നപ്പോൾ ഒരു പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ താമസിച്ചത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അവിടെ 2 പേര് ആത്മഹത്യ ചെയ്താൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, രാത്രിയും പകലും ഒക്കെ തന്നെ ഇരുന്നാലും അല്ലെ ഒരാൾ തന്നെ ഒരു മുറിയിലിരുന്നാലും ഇതേ ഒരു അനുഭവമാണെന്ന് പറഞ്ഞു. ചിലപ്പം വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു കറുത്തി ഒരു രൂപം മാറുന്നത് കാണും, ചിലപ്പോൾ ഒരു വെളുത്തി ഒരു രൂപം പോണക്കൊക്കെ കാണും. ഭയങ്കര ടെൻഷനും പ്രശ്നവും, കയ്യിൽ മറ്റേ കാശോ പ്രശ്നമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റൊരു വീട്ടിലോട്ട് മാറാനും പറ്റുന്നില്ലെന്ന് പറയും. ഇപ്പം ഈ വീഡിയോ അവരെൻ്റെ കാണുന്നുണ്ടാകും, കാണുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പം അതിനൊരു മാർഗവും പറഞ്ഞു തരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ബെഡ്റൂമിലൊക്കെ ഇതോരോ ചുവട് ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ട് ഇത്തിരിച്ചേ വെള്ളം നനച്ച് കൊടുത്തോളൂ. ഇതിരിക്കുന്നിടത്ത് ഒരു നെഗറ്റീവ് എനർജിയും വരത്തില്ല, ഇത് ഉറപ്പായ കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ 1 2 ചുവട് നമ്മൾ നമ്മുടെ മുറ്റത്തും വെക്കാം. മുറ്റത്ത് വെക്കുന്നതിന് വേറൊരു കാര്യമുണ്ട്. നമ്മൾ കന്നിമൂല സൈഡില്ലേ, ആ കറക്റ്റ് ഇങ്ങനെ ഈ ഒരു കോർണർ പോണൊക്കെ വരൂല്ലേ ഈ കന്നിമൂല സൈഡ്, കറക്റ്റ് ആ കന്നിമൂല സൈഡിനായിട്ട് വെക്കരുത്. ആ മൂലയുടെ കോർണർ കഴിഞ്ഞിട്ട് ഒരു 2 3 അടി ഇപ്പുറത്തോട്ട് മാറ്റി ഒരു ചെടിച്ചട്ടിയിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവ്വ ഐശ്വര്യവും കൊണ്ടുവരും. പിന്നെ ഇഴജീവികളൊന്നും നമുക്ക് അങ്ങോട്ട് വരത്തില്ല. അതായത് വിഷം പുറപ്പെടുപ്പിക്കുന്ന നമുക്ക് പേടിയുള്ള സാധനങ്ങളൊന്നും അതിൻ്റെ അടുത്തോട്ട് വരത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരെണ്ണം ഒരു ചെടിച്ചട്ടിയിൽ നമുക്ക് എന്തെങ്കിലും വീടിന് ദോഷം, കണ്ണ് ദോഷം, നാവ് ദോഷം എന്നൊക്കെ പറയുമല്ലോ, വീടിനിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം നമുക്ക് മാറും. കാരണം നമ്മുടെ വീടിൻ്റെ ദശ എങ്ങോട്ടാണോ, അല്ലെങ്കിൽ ആളുകളുടെ നോട്ടം എളുപ്പമെന്ന് കിട്ടുന്ന ആ ഒരു സൈഡുണ്ടല്ലോ, ഇപ്പം ഞങ്ങളുടെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ നോട്ടം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പടിഞ്ഞാറ് ദിശ എന്നുള്ള നോട്ടമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കോർണർ കണക്കാക്കിയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റെപ്പിൻ്റെ സൈഡിനോ അതല്ല എങ്കിൽ വീടിൻ്റെ ഒരു മൂല സൈഡിനോ ഒരു ചെടിച്ചട്ടിയിൽ ഇതൊന്ന് കെട്ടി തൂക്കിയിട്ടൊരു ശകലം വെള്ളം ഒഴിച്ചോ. ഇത് കണ്ടാലും ഇതിങ്ങനെ തിങ്ങി പടർന്ന് നിൽക്കുന്ന കണ്ടാലും ഉണ്ടല്ലോ എന്ത് ഭംഗിയാണെന്നറിയാവോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഒരു ചുവട് ഇത് മേടിച്ച് വെച്ചിരിക്കണം കേട്ടോ. പിന്നെയും ഞാൻ പറയുവാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കുന്ന വ്യക്തിയുടെ റൂമിൽ 2 3 ചെടിച്ചട്ടിക്കകത്ത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നമുക്കൊന്ന് ഓക്സിജൻ്റെ സിലിണ്ടറിൻ്റെ ആ കണക്ഷൻ പിടിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ നമുക്കറിയാമല്ലോ. ഓക്സിജൻ നോക്കുന്ന മെഷീൻ നമ്മൾ കയ്യിലും വെച്ചിട്ട് ഇരിക്കണം. അപ്പം ലെവൽ കുറയുവാണോ കൂടുവാണോ നിങ്ങൾക്കൊന്ന് നോക്കുകയും ചെയ്യാം. എന്നും പറഞ്ഞ് രോഗിയുടെ ഇതിൽ നിന്ന് കംപ്ലീറ്റ് എടുത്ത് മാറ്റാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അമ്മച്ചി ഉണ്ടായിരുന്നപ്പം നമുക്കിത് കിട്ടിയില്ല, അമ്മച്ചി യാത്രയായി കഴിഞ്ഞാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയമോ കാര്യമോ ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇന്ന് നമ്മൾ കറക്റ്റ് 8:30 നമ്മൾ ലൈവിൽ വരും. വീണ്ടും നമ്മൾ ഇന്നലത്തെ പോലെ എല്ലാവരും തമ്മിൽ കാണണം കേട്ടോ. എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം.